അരവിന്ദ് കെജ്രിവാളിന് മാങ്ങ തിന്നാൻ പൂതിയാണ്. അറിഞ്ഞായിരുന്നു രാമേന്ദ്ര സാറേ? സാധാരണ വ്യാക്കൂൺ പറയില്ലേ? അതായത് കെജ്രിവാൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്ത് വരണം. സാധാരണ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമായിരുന്നു. അപ്പോൾ കെജ്രിവാളിനെ ED ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടപ്പോൾ തന്നെ ഒരു പ്രൊപ്പഗാൻഡ നടന്നു. അദ്ദേഹത്തിൻ്റെ വെയിറ്റ് 4.5 കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞാണ് ആം ആദ്മി പാർട്ടിയുടെ സൈറ്റുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും കെജ്രിവാളിൻ്റെ വെയിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ജയിലിൽ അവിടെ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിൻ്റെ വെയിറ്റൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ജയിലിൽ വന്നപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടോ അത്ര വെയിറ്റ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കെജ്രിവാളിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണം. അതിനുള്ള അശ്രാന്ത ശ്രമം തുടരുകയാണ്. ഹൈക്കോടതി പോയി രക്ഷയില്ല. സുപ്രീം കോടതി നോ അർജൻസി എന്ന് പറഞ്ഞ് മാറ്റി. 15-ാം തീയതിക്ക് ശേഷം വീണ്ടും ജയിൽ ശിക്ഷ, ജയിലിൽ കിടക്കുന്ന ഒരു ശിക്ഷ തന്നെയാണല്ലോ, തുടരുകയാണ്. ജാമ്യം എപ്പോൾ കിട്ടുമെന്നും ഇപ്പോൾ നിലവിൽ ഒരു ധാരണയില്ല. അപ്പോൾ ഹെൽത്ത് ഗ്രൗണ്ട് പറഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടി മാമ്പഴം കഴിച്ചു. കെജ്രിവാളിൻ്റെ ഫുഡ് വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ മധുരം കൂട്ടിക്കൊടുത്ത് കെജ്രിവാളിൻ്റെ ബ്ലഡ് ഷുഗർ കൂട്ടി അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് പറയുന്നത് ED ആണ്. അതെ, എന്തു തോന്നുന്നു? ED അങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ED ഇത് സംബന്ധിച്ച രേഖകളൊക്കെ മറ്റേ ജയിൽ അധികാരികളുടെ നിന്ന് മേടിച്ചിട്ട് ഇതൊക്കെ ഒരു മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ, ഇയാൾ എവിടം വരെയൊക്കെ പോകുന്നുള്ളത്. കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഡയറ്റ് ചാർട്ട്, BP, അതിൻ്റെ ഡീറ്റെയിൽസ് ജയിലധികാരികളോട് തന്നെ ചോദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇയാൾ ആലു പൂരി, കിഴങ്ങ് ആലോചിച്ച കിഴങ്ങാണ്. അതെ, കിഴങ്ങാണ്. കിഴങ്ങ് കൂട്ടിയ ഹൽവ കഴിക്കുന്നതിനേക്കാളും ഡേഞ്ചറാണ് കിഴങ്ങ് കഴിച്ചാൽ. അതെ, ആലു പൂരി, ഇതുപോലെ മാമ്പഴം, പലഹാരങ്ങൾ, സ്വീറ്റ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. Type 2 ഡയബറ്റീസ് ആണ് അയാൾക്കുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അതെ, അതുകൊണ്ട് കൂടിയായിരിക്കണം വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കാനുള്ള അനുവാദം വേണം. പല അനുവാദങ്ങൾ കോടതിയിൽ ചോദിച്ചിരുന്നു. അത് മുഴുവൻ കോടതി ഉദാര മനസ്കതയോടെ അനുവദിച്ചു കൊടുത്തു. കസേര വേണം, മേശ, ഭഗവത്ഗീത വേണം, 3 പുസ്തകം, പിന്നെ നീരജ ചൗധരിയുടെ ഒരു പുസ്തകം, പ്രധാനമന്ത്രിമാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പുസ്തകം, അതൊക്കെ കൊടുത്തു. അതുപോലെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഒരു ഫുഡ് സപ്ലിമെൻറ്റ്, അതിൻ്റെ പേര് ഞാനും മറന്നുപോയി. ഇപ്പോൾ ഫുഡ് സപ്ലിമെൻറ്റ് അത് അനുവദിച്ചു. അങ്ങനത്തെ സകല കാര്യങ്ങളും, പിന്നെ അപ്പോഴപ്പം നോക്കാനുള്ളതുമൊക്കെ, ഡയബറ്റീസ് അതിൻ്റെ എത്രയാണ്. ജയിൽ, തിഹാർ ജയിലല്ലേ ലോകത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജയിലുകളിലൊന്നാണ്. അവിടെ ആശുപത്രിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട് അവിടെ, എല്ലാം അറിയുകയും ചെയ്യാം. പല ജയിലുകളും ആ വളപ്പിൻ്റെ അകത്തുണ്ട്, നമ്പർ ഇട്ടിട്ട് തന്നെ. അപ്പോൾ ഇപ്പോൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ Type 2 ഡയബറ്റീസിന് ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണെന്ന് കോടതിയിൽ EDയുടെ അഭിഭാഷകൻ പറഞ്ഞു. ഇങ്ങനെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്, അയാൾ ഈ ഊണിൻ്റെ കൂടെ പഞ്ചസാര കഴിക്കുക ആണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടിട്ടേ ഇല്ല. ഇയാൾ ഇത് ചെയ്യുന്നത് മെഡിക്കൽ ബെയിലിന് വേണ്ടിയിട്ടാണ്. വൈദ്യ ചികിത്സ നടത്തണം, അതിന് ജാമ്യം തരണം എന്ന് പറഞ്ഞിട്ട് പുറത്ത് ആശുപത്രിയിലെങ്കിലും പോയി കിടക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയാണിത്. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ ചാർട്ട് ഓഫ് കൺസംഷൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇയാൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ചാർട്ടും ജയിലിൽ നിന്നും മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നതാണ് ഭക്ഷണം. ജയിലിൽ നിന്ന് കൊടുക്കുന്നതല്ല കഴിക്കുന്നത്. ജയിലിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അത് നോക്കിയിട്ട് വെറും ചപ്പാത്തി കൊടുത്താൽ പോലും എങ്ങനെ അറിയാൻ പറ്റും അതിനകത്ത് പഞ്ചസാര കലർത്തിയിട്ടുണ്ടോ എന്ന്? അല്ല, അതുകൊണ്ട് അത് പരിശോധിക്കാൻ പറ്റും. കാരണം എന്നാലും കെജ്രിവാളിന് കൊടുക്കുന്ന ഫുഡ് പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് ജയിലിൽ അത് പരിശോധിച്ച് എക്സാമിൻ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ, തട്ടിപ്പ് പരിപാടികൾ ധാരാളം ഉള്ള ആളാണ്. അങ്ങനെ ഞാൻ ആലോചിക്കുന്നത് ഈ ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരെ ചൂലുമായിട്ടുന്ന പാർട്ടിയാണ്. അഴിമതി കേസിലകത്തായി ഇപ്പോൾ ജയിലിൽ കിടന്ന് ഇങ്ങനെ കാണിക്കുന്ന ഒരു തരത്തിലുള്ള അഴിമതിയാണ്. അഭ്യാസം അഴിമതിയാണ്. അഴിമതി എന്ന് പറഞ്ഞാൽ കൈക്കൂലി മേടിക്കുന്നത് മാത്രമല്ല. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോഴും ഇയാളുടെ VRS തന്നെ തട്ടിപ്പാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. കാരണം ഈ അണ്ണാ ഹസാരെയും കൊണ്ട് നടന്ന് അഴിമതി വിരുദ്ധനാണെന്നൊക്കെ ജനത്തിനെ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കേസ് പൊന്തി വന്നത്. കോൺഗ്രസ്സുകാർ തന്നെ പത്രസമ്മേളനം നടത്തിയാണ് പറഞ്ഞത്. അമരീന്ദർ സിംഗും അജയ് മാക്കനും 9.3 ലക്ഷം രൂപ
ഇൻകം ടാക്സിനെ തട്ടിച്ചിട്ടുണ്ട് അവിടെ പഴയ ഓഫീസറായിരുന്ന കേസുണ്ട്. എന്നിട്ട് തിരിച്ചടച്ചു അത് ആ സമരം നടക്കുന്ന കാലത്ത്. ഇപ്പോൾ ഞാനിപ്പോൾ സാറിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ പോക്കറ്റ് അടിച്ചിട്ട് സാറ് കണ്ടു കഴിഞ്ഞപ്പോൾ തിരിച്ചു തന്നു എന്ന് പറയുന്ന പോലെ ആക്ഷൻ നിലനിൽക്കുകയാണ്. അതെ അതെ, ക്രൈം അവിടെയുണ്ട്, ക്രൈം നിലനിൽക്കുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ തട്ടിപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആപ്കാ രാമരാജ്യ അതെ 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 എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം കൊണ്ട് രാമനെ ശ്രീരാമന്റെ പടം, കെജ്രിവാളും ശ്രീരാമനും നിൽക്കുന്ന പടമാണ് ആപ്പിന്റെ വെബ്സൈറ്റിൽ. അതെ, എന്നിട്ട് ആപ്കാ രാമരാജ്യ എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് സിംഗ് ഇപ്പോൾ മറ്റേ ഭാര്യ സുനീത പുറകോട്ട് വലിഞ്ഞിട്ട് സഞ്ജയ് സിംഗ് ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹമാണ് പുതിയ ഉത്തരവ് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റേ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് മൈ നെയിം ഈസ് കേജ്രിവാൾ നോട്ട് എ ടെററിസ്റ്റ് എന്ന് പറഞ്ഞ അതാണ് ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ സന്ദേശം. സാർ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇന്നിപ്പോൾ പുതിയൊരു ആപ്ലിക്കേഷൻ കോടതി കൊടുത്തിട്ടുണ്ട്. വീഡിയോ കോൺഫറൻസിങ് വഴി മന്ത്രിമാരെ കാണാൻ സഹായിക്കണം, ജയിലിലിരുന്ന് ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. കെജ്രിവാൾ ഈ പറയുന്ന പോലെ അവിടെ കിടക്കുന്ന ബലാത്സംഗ കേസിലെയും ഗുണ്ടാ കേസിലെയും പിടിച്ചുപറി കേസിലെയും പ്രതി പോലെ ഒരു മാത്രമാണ്, അല്ല രാഷ്ട്രീയ തടവുകാരനല്ല. ബാക്കിയുള്ള എല്ലാ പ്രതികൾക്കും നിയമപ്രകാരം അർഹതപ്പെട്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും മാത്രമേ കെജ്രിവാളിനും അവിടെ ലഭിക്കുകയുള്ളൂ. അപ്പോഴാണ് വീഡിയോ കോൺഫറൻസിങ് വേണം. അത് എന്നിട്ട് ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഒരു ദയനീയാവസ്ഥ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മന്ത്രി രാജിവെച്ച മന്ത്രി പക്ഷേ ഇപ്പോൾ തൃശങ്കൂല, അയാൾ രാജിവെക്കുകയും ചെയ്തു. എന്നാൽ ഗവർണർ അംഗീകരിച്ചിട്ടുമില്ല. കാരണം ഗവർണർക്ക് നേരിട്ട് രാജി കൊടുക്കാൻ പറ്റില്ല. അതെ, മുഖ്യമന്ത്രി പ്രോപ്പർ ചാനൽ വേണമെന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് അതിന്റെ നിയമം. ഒരു മന്ത്രിക്കും നേരിട്ട് ഗവർണർ എടുത്ത് രാജി കൊടുക്കാൻ പറ്റില്ല. ലഫ്റ്റനന്റ് ഗവർണറെ സംബന്ധിച്ച് രാജി എത്തിയിട്ടില്ല. ഇയാൾ മറ്റേ ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തു, ഇല്ലത്തെത്തിയില്ല എന്ന് പറയുന്ന പോലെയായി. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് മന്ത്രി ഭരദ്വാജ് ഒരു കത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് അയച്ചു. എനിക്ക് അയക്കണ്ട, അത് ത്രൂ പ്രോപ്പർ ചാനൽ മതി എന്ന് പറഞ്ഞിട്ട് ഗവർണർ നേരത്തെ തന്നെ ഒരു കത്ത് അയച്ചിരുന്നു. അന്ന് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗണിന്റെ കാര്യം ചർച്ച ചെയ്തിരുന്നതാണ്, അതിന്റെ പോസിബിലിറ്റീസ്. അവിടുത്തെ 356 അനുസരിച്ചിട്ടല്ല പിരിച്ചുവിടുന്നത്, അവിടെ ഡൽഹിക്ക് പ്രത്യേക നിയമങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ ഈ വീഡിയോ കോൺഫറൻസിങ് സൗകര്യമൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് ഒരു വകുപ്പുമില്ല, ഒരു കോടതിയും ചെയ്യില്ല. അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ജയലളിതയ്ക്കും പിന്നെ ലാലുവിനും സ്വരനും രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. അതെ അതെ, അതൊന്നും ലഫ്റ്റനന്റ് ഗവർണർ അനുവദിക്കുന്ന പ്രശ്നവുമില്ല. ആ ദിശയുമായിട്ടും കഴിഞ്ഞ ദിവസം ലഫ്റ്റനന്റ് ഗവർണർക്ക് ഒരു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തിന്റെ ഉദാത്തമായ മാതൃകകൾ ഉയർത്തിപ്പിടിച്ച രാജ്യമാണ്. ഒരു തീവണ്ടി അപകടമുണ്ടായി എന്ന് പറഞ്ഞ് രാജിവെച്ച ആളാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പോൾ ഒരു വെറുതെ എവിടെയോ ചിക്കമംഗളൂരിലെ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ രാജിവെച്ച ആളാണ് ആന്റണി. പഞ്ചസാര എന്ന് എവിടെയോ ആരോ പറഞ്ഞത് കേട്ട് ആന്റണി പിന്നെയും രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പാർട്ടിയിലാവട്ടെ, ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കൾച്ചറിൽ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടായി വരുന്നത്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിൻ്റെ ഒരു പഴയ ഘടകം തന്നെയാണ്. ഈവൻ BJP പോലും കോൺഗ്രസിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ മുൻകാല നേതാക്കന്മാർ ഉയർത്തിപ്പിടിച്ച ഒരു മാതൃകയുണ്ട്. ഈ ഒരു നമുക്ക് ഒരു കറപ്ഷൻ അലിഗേഷൻ നമ്മൾ പ്രതിരോധത്തിലാവുന്ന ഒരു വസ്തുത നമ്മുടെ KM മാണി കേരളത്തിൽ കാണിച്ചത്. കോടതിയുടെ ഒരു പരാമർശം, സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് മാണിയുടെ കാര്യം പറഞ്ഞത്. ഇങ്ങനെ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കുക എന്നുള്ളത് നമ്മുടെ സുവ്യക്തമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ്. ഇപ്പോൾ നോക്കൂ, കെജ്രിവാൾ അറസ്റ്റിലായി, ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞെന്താ, പ്രൈമ ഫേസി കേസുണ്ട്, ഹീസ് ദ കിങ് പിന്ന് ഹൈക്കോടതി കണ്ടെത്തി. സുപ്രീം കോടതി അത് എന്റർടൈൻ ചെയ്തില്ല. എന്നിട്ടും ആദർശശുദ്ധി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പോഴും ജയിലിൽ മുഖ്യമന്ത്രിയായിട്ട് തുടരുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നമ്മൾ ഈ 10-75 വർഷം കൊണ്ട് ആർജിച്ച ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും ആകെ അപഹസിക്കുന്ന, അട്ടിമറിക്കുന്ന എന്ത് വൃത്തികേട് കാണിച്ചാലും ഡൽഹിയിലെ അധികാരം വിടില്ല എന്നുള്ള സന്ദേശം കൊടുക്കുന്ന എത്ര നീചമാണ്. ഡൽഹിയിലെ ഈ മധ്യവർഗക്കാർക്കിടയിൽ, മിഡിൽ ക്ലാസിന്റെ ഇടയിൽ ഒരു ധാർമ്മിക ബിംബമായിട്ടാണ് ഇയാൾ ഉദയം ചെയ്തത്. ആളുകൾ ഇത് വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്ന് പോലും സംഭാവനകൾ അയാൾക്ക് കൊടുത്തു. ചൂലായിരുന്നു ചിഹ്നം. സത്യത്തിൽ സന്ദേശ് ഖലിയില് സ്ത്രീകൾ ഒരു കാര്യത്തിന് വേണ്ടി ചൂലെടുത്തില്ലേ? ഡൽഹിയിലെ ആളുകളും ഇയാൾക്കെതിരെയാണ് ചൂലെടുക്കേണ്ടത്. അത് എന്തായാലും എല്ലാ പോളുകളിലും 7 സീറ്റും BJPക്ക് കിട്ടുന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ചൂലെടുത്ത് ഉയർന്നു വന്ന രേഖാപത്രയാണ്. അതെ,
ഇവിടെ ഉയർന്നു വന്നത് അഴിമതിയുടെ പേരും പറഞ്ഞ് വന്നത് അഴിമതിക്കാരനായ ഒരു മുഖ്യമന്ത്രിയാണ്. ഞാൻ പറഞ്ഞത് അവിടുത്തെ ജനങ്ങൾ ഇയാൾക്കെതിരെ ആ ചിഹ്നം തന്നെ എടുക്കേണ്ട ഘട്ടം വരികയാണെന്നുള്ളതാണ്. ചൂല് ഇയാൾക്കെതിരെ എടുക്കുക എന്നുള്ളത്. ഏതായാലും ഇതിനകത്ത് എനിക്ക് നിരാശ ഉണ്ടാക്കുന്നതെന്നറിയോ? ഇപ്പോൾ ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ഭാഗമായി ജയിലിൽ കഴിയുന്നു. ഇപ്പോൾ നമ്മുടെ ഇവിടെ പി ജയരാജനൊക്കെ CBI വരുമ്പോൾ ഹൃദയാഘാതം ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജയിലിൽ പോവാതെ ആശുപത്രിയിൽ കഴിയുക. പക്ഷെ ജയിലിൽ കഴിഞ്ഞ് രാജ്യത്തെ പരമോന്നത നീതിപീഠങ്ങൾ, ഭരണഘടനാ കോടതിയായ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉൾപ്പെടെ എൻ്റർടൈൻ ചെയ്യാതെ ബെയിൽ കൊടുക്കാതിരിക്കുന്ന ഒരാൾ വളഞ്ഞ വഴിയിൽ ജയിലിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം പഞ്ചസാര കഴിക്കുക, മധുരപലഹാരം കഴിക്കുക, എന്നിട്ട് ഷുഗർ കൂട്ടിയിട്ട് എനിക്ക് വയ്യ എൻ്റെ ഷുഗർ കൂടി എന്നും പറഞ്ഞ് ആശുപത്രിയിലേക്ക് വരാൻ ശ്രമിക്കുന്നത് നിയമവാഴ്ചയാണ്. ജാമ്യത്തിന് വേണ്ടിയല്ല കോടതി പോകുന്നത്. കാര്യം തള്ളുന്നറിയാം. മെഡിക്കൽ ഗ്രൗണ്ട് അറസ്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക, അതിൽ മണ്ടത്തരങ്ങളൊക്കെ പറയുക. കോടതി പറഞ്ഞു കഴിഞ്ഞു പ്രേമാഫസി കേസുണ്ട്, പൈസയൊക്കെ എവിടുന്ന് വന്നു എവിടുന്ന് പോയി എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ധാർമ്മിക ബിംബമായിട്ട് ഇരുന്നിട്ടാണ് ഇപ്പൊ രാമനെയും കൂടി സ്വന്തം അത് രാമനവമിയുടെ ദിവസമൊക്കെയാണ് ചെയ്യുന്നത്. എന്ത് വൃത്തികേടാണ്. ഞാൻ പറഞ്ഞു സാർ, എനിക്ക് തോന്നുന്നത് സാറിൻ്റെ നിരീക്ഷണം അത് തന്നെയായിരിക്കും തോന്നുന്നു. കാരണം ഒരു ജനാധിപത്യത്തെയും നിയമവാഴ്ചയെ അട്ടിമറിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. അതുകൊണ്ടാണ് മാമ്പഴവും പഞ്ചസാരയും. ഊണ് കഴിച്ചിട്ട് പുറകെ പഞ്ചസാര കഴിക്കുന്നൊക്കെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? അത് എന്നിട്ട് അത് വക്കീൽ പറയുമ്പോൾ ഇയാളുടെ വക്കീൽ കെജ്രിവാളിൻ്റെ വക്കീൽ പറയുന്നത് ഇതൊക്കെ മീഡിയയ്ക്ക് വേണ്ടി പറയുന്നതാണെന്നാണ്. ഒരാൾ ഈ കള്ളപ്പണം ഇടപാട് നടത്തുക, തട്ടിപ്പ് നടത്തുക, കോഴ വാങ്ങിയ പണം വെച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുക, ഖലിസ്ഥാൻ ഭീകരവാദികളുടെ വീട്ടിൽ പോയി താമസിക്കുക, മറ്റേ വിദേശ ഫണ്ട് മേടിക്കുക, അരാജകത്വം ഉണ്ടാക്കാൻ, കർഷക സമരം നടത്തിക്കുക, സർക്കാരിനെ അട്ടിമറിക്കാൻ, കേന്ദ്ര സർക്കാരിനെ. സാർ ഇപ്പോഴാണ് ഓർത്തത്, എവിടെ പോയി കർഷക സമരം ഒന്നും പറഞ്ഞ അവിടെ പോയി ഇയാളെ അറസ്റ്റ് ചെയ്തോടുകൂടി അവരടങ്ങി. കാണാനില്ലല്ലോ. വാർത്ത പൊടി അനിക്സ്പ്രേ പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക. സമരം പിൻവലിച്ചതും പിരിഞ്ഞു പോകുന്നതും നമ്മൾ അറിഞ്ഞിട്ടില്ല. അത്തരം വാർത്തകൾ ഞാൻ ഡൽഹിയിലെ ചില പത്രങ്ങളിൽ വായിച്ചിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്തോടുകൂടി എല്ലാവരും പോയി. അതോടുകൂടി വ്യക്തമായി ഇയാളായിരുന്നു ആസൂത്രകൻ എന്നുള്ളത്. കാരണം വിദേശ ഫണ്ട് കൊടുക്കുന്ന അതിനാണല്ലോ. ഇല്ല, കെജ്രിവാളിന് നന്ദി പറയേണ്ട കേരളത്തിലെ മാധ്യമങ്ങളോടാണ്. കേരളത്തിലെ മാധ്യമങ്ങളിൽ കർഷക സമരത്തിന് എന്ത് പറ്റി, കർഷകർ പിരിഞ്ഞു പോയത് വാർത്തയല്ല. ഇയാൾ പഞ്ചസാരയും പഴമാങ്ങയും തിന്നിട്ട് ഷുഗർ കൂട്ടാൻ ശ്രമിക്കുന്ന വാർത്തയല്ല. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ മാധ്യമങ്ങളും പതുക്കെ കെജ്രിവാളിനെ കൈവിട്ടു. അത് കൈവിട്ടു, കാരണം ഏൽക്കുന്നില്ലായിരുന്നു. പല ഓൺലൈൻ ചാനലുകളും ഒക്കെ ഇയാൾക്ക് അനുകൂലമായിട്ട് ചില അടുത്ത കെജ്രിവാൾ എന്താ കുഴപ്പക്കാരനാണോ, അയാൾ കാശ് മേടിച്ചെങ്കിൽ എന്താ വീട്ടിൽ കൊണ്ടുപോയില്ലല്ലോ, അത് ഇലക്ഷനല്ലേ വിനിയോഗിച്ചത്, ഇലക്ഷന് കാശ് വേണ്ടേ എന്നുള്ള തിയറിയൊക്കെ ചില ആളുകൾ ഒരു കേസല്ല ഉള്ളത്. അങ്ങനെ CBI അറസ്റ്റ് ചെയ്യാൻ, ജൽ ബോർഡ് എല്ലാത്തിലും അഴിമതി നടത്തിയിട്ടുണ്ട്. ഏതായാലും അഴിമതി കേസുകൾ ശരിതെറ്റുകൾ സർദാരിയെ മിസ്റ്റർ 10% എന്ന് വിളിച്ചിരുന്ന പോലെയാണിത്. അതിലൊന്നും ഒതുങ്ങില്ല. അതെ, അഴിമതി കേസുകളുടെ ശരിതെറ്റുകൾ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ നിലവിലുള്ള നിയമവ്യവസ്ഥയെ പഴമാങ്ങാ നിന്നും പഞ്ചസാര നിന്നും പരാജയപ്പെടുത്തി ജയിലിൽ പോയി കിടക്കാൻ ശ്രമിക്കുന്ന ആദർശത്തിൻ്റെ പേരിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതിൻ്റെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് കടുത്ത അശ്ലീലമാണ്. കയ്യിൽ ഒരുപാട് മാങ്ങ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ഗർഭിണികൾക്ക് വേണ്ടി സംഭാവന ചെയ്യട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.